प्यारे मित्रों, सबको प्रणाम। हिंदी महफिल के नए क्लास में सबको स्वागत। आज हम पढ़ेंगे तुलसीदास के विषय में प्रमुख उद्धरण. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്ത സമയത്ത് നിങ്ങളൊരു ചോദ്യം കണ്ടു കാണും. എന്തായിരുന്നു ആ ചോദ്യം? ബുദ്ധദേവ് के बाद सबसे बड़ा लोकनायक तुलसी को किसने कहा? बुद्धदेव के बाद सबसे बड़ा लोकनायक तुलसी को किसने कहा? എന്തായിരുന്നു ഇതിൻ്റെ ഉത്തരം? ഗ്രിയേഴ്സൺ എന്നായിരുന്നു അല്ലേ ഉത്തരം. നമുക്ക് ഹിന്ദിയുടെ ഒരു മത്സര പരീക്ഷകൾക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ടോപ്പിക്കാണ് തുളസിദാസ്. തുളസിദാസിൻ്റെ രചനകളെ പറ്റിയൊക്കെ നിങ്ങൾക്ക് അറിയുമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഗൈഡുകളിലൊക്കെ കിട്ടുമായിരിക്കും. പക്ഷേ ഇതും കൂടി നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടന്നാലോ? നോക്കിക്കോളൂ. ഒന്നാമതായിട്ട് നമ്മൾ നോക്കുന്നത് നാഭാദാസ്. നാഭാദാസ് എന്താണ്? നാഭാദാസ് തുളസിദാസിനെ കുറിച്ച് പറഞ്ഞത് കലികാൽ കാ വാൽമീകി. നാഭാദാസ് തുളസിദാസിനെ കുറിച്ച് പറഞ്ഞതാണ് കലികാൽ കാ വാൽമീകി. എൻ്റെ കൂടെ പറഞ്ഞോളൂ, നാഭാദാസ് കലികാൽ കാ വാൽമീകി. കിട്ടിയല്ലോ? അടുത്ത നോക്കിക്കോളൂ. ഗ്രിയേഴ്സൺ. ബുദ്ധദേവ് के बाद सबसे बड़ा लोकनायक. ബുദ്ധദേവ് के बाद सबसे बड़ा लोकनायक. ഒന്നുകൂടെ എൻ്റെ കൂടെ പറഞ്ഞോളൂ. ഗ്രിയേഴ്സൺ ബുദ്ധദേവ് के बाद सबसे बड़ा लोकनायक. ഓക്കെ അല്ലേ? അടുത്ത് നോക്കിക്കോളൂ. സ്മിത്ത് മുഗൾ കാൽ കാ സബ്സെ മഹാൻ വ്യക്തി. സ്മിത്ത് മുഗൾ കാൽ കാ സബ്സെ മഹാൻ വ്യക്തി. ഒന്നിച്ച് പറഞ്ഞോളൂ ഒന്നും കൂടെ. സ്മിത്ത് മുഗൾ കാൽ കാ സബ്സെ മഹാൻ വ്യക്തി. അടുത്തത് രാംചന്ദ്ര ശുക്ല എന്താണ് നമ്മൾ തുളസിദാസിനെ കുറിച്ച് പറഞ്ഞത് എന്നാണ്. ഒന്നാമത്തെ നോക്കിക്കോളൂ. ഇൻകി വാണി കി പഹുഞ്ച് മനുഷ്യ കെ സാരെ ഭാവോ വ്യവഹാരോ തക് ഹെ. ഇൻകി വാണി കി പഹുഞ്ച് മനുഷ്യ കെ സാരെ ഭാവോ വ്യവഹാരോ തക് ഹെ. അല്ലേ? എന്താണ്? തുളസിദാസിൻ്റെ വാണി അല്ലേ, ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ മനുഷ്യരുടെ എല്ലാ വികാരങ്ങളിലും പെരുമാറ്റങ്ങളിലും എത്തിച്ചേർന്നിരിക്കുന്നതാണ് അല്ലേ. അടുത്തത് നോക്കൂ. तुलसीदास जी उत्तरी भारत की समग्र जनता के हृदय मंदिर में पूर्ण प्रेम प्रतिष्ठा के साथ विराज रहे हैं. तुलसीदास जी उत्तरी भारत की समग्र जनता के हृदय मंदिर में पूर्ण प्रेम प्रतिष्ठा के साथ विराज रहे हैं. അല്ലേ? എന്താണ്? ഉത്തരേന്ത്യയിലെ മുഴുവൻ ജനങ്ങളുടെയും ഹൃദയക്ഷേത്രത്തിൽ നിറഞ്ഞ സ്നേഹത്തോടെയും ആദരവോടെയും തുളസിദാസ് ജി ഇരിക്കുന്നു അല്ലേ. അങ്ങനെയാണ് അദ്ദേഹത്തെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അടുത്ത നോക്കിക്കോളൂ. ഹിന്ദി काव्य की सब प्रकार की रचना शैली के ऊपर गोस्वामी तुलसीदास ने अपना ऊंचा स्थान प्रतिष्ठित किया है. यह उच्चता और किसी को प्राप्त नहीं. हिंदी काव्य की सब प्रकार की रचना शैली के ऊपर गोस्वामी तुलसीदास ने अपना ऊंचा स्थान प्रतिष्ठित किया है. यह उच्चता और किसी को प्राप्त नहीं. അല്ലേ? എന്താണ്? ഗോസ്വാമി തുളസിദാസ് ജി ഹിന്ദി കവിതയുടെ എല്ലാ തരം രചനാ ശൈലികൾക്കും മേലെ ഉയർന്ന സ്ഥാനം സ്ഥാപിച്ചിട്ടുണ്ട്. മറ്റാർക്കും ഈ ഉയരം കൈവരിക്കാനാവില്ല. അല്ലേ? ഒന്നുകൂടി വായിച്ചോളൂ, എൻ്റെ കൂടെ വായിച്ചോ. ഇൻകി വാണി കി പഹുഞ്ച് മനുഷ്യ കെ സാരേ ഭാവോ വ്യവഹാരോ തക് ഹെ. ആര് പറഞ്ഞതാണ്? രാമചന്ദ്ര ശുക്ല പറഞ്ഞതാണ്. तुलसीदास जी उत्तरी भारत की समग्र जनता के हृदय मंदिर में पूर्ण प्रेम प्रतिष्ठा के साथ विराज रहे हैं. आगे हिंदी काव्य की सब प्रकार की रचना शैली के ऊपर गोस्वामी तुलसीदास ने अपना ऊंचा स्थान प्रतिष्ठित किया है. यह उच्चता और किसी को प्राप्त नहीं है. ओके, आगे देखिए. आचार्य हजारी प्रसाद द्विवेदी ने कहा है, भारतवर्ष का लोकनायक वही हो सकता है जो समन्वय करने का अपार धैर्य लेकर आया हो. साथ ही बताओ. भारतवर्ष का लोकनायक वही हो सकता है जो समन्वय करने का अपार धैर्य लेकर आया हो. അല്ലേ? എന്താണ്? ഏകോപിപ്പിക്കാനുള്ള അല്ലെങ്കിൽ സമന്വയിപ്പിക്കാനുള്ള അപാരമായ ക്ഷമയുള്ള ഒരാൾക്ക് മാത്രമേ നമ്മുടെ ഭാരതത്തിൻ്റെ
നേതാവാകാൻ കഴിയുകയുള്ളൂ അല്ലേ. അടുത്ത നോക്കിക്കോളൂ. തുളസി കാ സാരാ കാവ്യ സമന്വയ की विराट चेष्टा है. तुलसी का सारा काव्य സമന്വയ की विराट चेष्टा है. സമന്വയത്തിൻ്റെ ഏറ്റവും മഹത്തായ പരിശ്രമമാണ് തുളസിദാസിൻ്റെ മുഴുവൻ കാവ്യങ്ങളും അല്ലേ. തുളസിയുടെ മുഴുവൻ കാവ്യങ്ങളും സമന്വയത്തിൻ്റെ മഹത്തായ പരിശ്രമമാണ്. അപ്പോൾ ഹസാരി പ്രസാദ് ദ്വിവേദിജീൻ്റെ എന്താണ് തുളസിദാസിനെ കുറിച്ച് പറഞ്ഞ 2 കോട്ടിങ്സും എങ്ങനെയുള്ളതാണ്? അദ്ദേഹത്തിൻ്റെ സമന്വയ ഭാവനയെക്കുറിച്ചിട്ടുള്ളതാണ് കേട്ടോ. ആ രീതിയിൽ അതൊന്ന് കണക്ട് ചെയ്ത് ഓർത്ത് വെച്ചോളൂ. ओके. भारतवर्ष का लोकनायक वही हो सकता है जो समन्वय करने का अपार धैर्य लेकर आया हो. तुलसी का सारा काव्य समन्वय की विराट चेष्टा है. ओके, आगे देखिए. रामविलास शर्मा जातीय कवि. ओके, रामविलास शर्मा തുളസിദാസിനെ കുറിച്ച് പറഞ്ഞതാണ് ജാതീയ കവി. രാംവിലാസ് ശർമ്മ ജാതീയ കവി. ഓക്കെ, നെക്സ്റ്റ് അയോധ്യ സിംഗ് ഉപാധ്യായ ഹരിയൗധ്. ഓക്കെ, ഹരിയൗധ് ജി പറഞ്ഞതാണ് കവിത കർക്കെ തുളസി ന ലസേ, കവിത പാ ലസി തുളസി की कला. कविता करके तुलसी न लसे, कविता पाकर लसी तुलसी की कला. नेक्स्ट लाला भगवान दीन और बच्चन सिंह. ലാല ഭഗവാൻ ദീൻ और बच्चन सिंह എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത് നോക്കൂ. रूपकों का बादशाह, रूपकों का बादशाह. आचार्य रामचंद्र शुक्ल अनुप्रास का बादशाह, अनुप्रास का बादशाह. ओके, അനുപ്രാസ് കാ ബാദ്ഷാ എന്നും കൂടെ രാമചന്ദ്ര ശുക്ല പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ ഉദയഭാനു സിംഗ്, ഡോക്ടർ ഉദയഭാനു സിംഗ് उत्प्रेक्षाओं का बादशाह, उत्प्रेक्षाओं का बादशाह. ഓക്കെ, ഉദയഭാനു ഊയിലല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഉത്പ്രേക്ഷയും ഊയിലാണ്. അപ്പോൾ അതങ്ങനെ കണക്ട് ചെയ്തു, ഊ എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്തോളൂ കേട്ടോ. ഡോക്ടർ ഉദയഭാനു സിംഗ് उत्प्रेक्षाओं का बादशाह. ഓക്കെ, ഇത്രയാണ് തുളസിദാസിനെ കുറിച്ചിട്ടുള്ള പ്രമുഖ ഉദ്ധരൺ. പ്യാരെ ദോസ്തോ, ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്കിൻ്റെ ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. തുടർന്നും ക്ലാസ്സുകൾ ചെയ്യാൻ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ്. അതിനാൽ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക മാക്സിമം. അതുപോലെ തന്നെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക. സമയം വേസ്റ്റ് ചെയ്യാണ്ട് എല്ലാവരും പഠിച്ചു തുടങ്ങിക്കോളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണുന്നത് വരെ ബൈ ഫ്രണ്ട്സ്.